ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന് ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെയാ. അയ്യോ സാർ. അതേടോ സ്വാമി. എന്താ സംഭവിച്ചത്? അത് അവള് പെട്ടെന്ന് മയങ്ങി വീഴുമായിരുന്നു. മയങ്ങി വീണതാണ്. ഈ കുട്ടിയുടെ മുഖത്തെന്തോ ഒരു പാട്. ഇത് വിരൽപ്പാടുകളാണല്ലോ. ആരോ കുട്ടി അടിച്ചതുപോലുണ്ടല്ലോ. നിങ്ങൾ നടന്നതെന്നാണെന്ന് കൃത്യമായിട്ട് പറ. ഡോക്ടർ, വീട്ടിലൊരു വഴക്ക് നടന്നു. എന്റെ മകൻ ഇവളെ ഉപദ്രവിച്ചതാണ്. അപ്പോ ഗാർഹിക പീഡനമാണല്ലേ? ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യണോ? അയ്യോ, അത് വേണ്ട സർ. ഇത് തന്നെയാണ് കുഴപ്പം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാ അഭിമാനമോർത്ത് അത് മൂടി വെക്കാൻ ശ്രമിക്കും. അതാണ് നാളെ കൊലപാതകത്തിലും മറ്റും കലാശിക്കുന്നത്. സിസ്റ്റർ, ട്രിപ്പ് ഇടണം. ഓക്കേ സർ. കാര്യമായി ക്ഷതങ്ങളൊന്നും പുറമെ കാണുന്നില്ല. തലയിടിച്ചോ മറ്റോ വീണിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. നിത്യ മോളെ, നിത്യ, നീ ഇപ്പൊ ഹോസ്പിറ്റലിലാ മോളെ? അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം. അമ്മ വല്ലാതെ പേടിച്ചു പോയി മോളെ. അമ്മ കുറെ വിളിച്ചിട്ടും നീ കണ്ണു തുറന്നില്ല. അതാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് പോവാമേ. അമ്മ ഡോക്ടറോട് പറ. ക്ഷീണമുണ്ട് നിനക്ക്, അത് മാറട്ടെ, എന്നിട്ട് പോയാ മതി. അമ്മേ, ഹരിയെ വിളിക്കണം. ജീവൻ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. ഹരിയോട് മാറി നിൽക്കാൻ പറയണം. ഞാൻ പറഞ്ഞ ഹരി അത് ചെയ്യില്ല. അമ്മ തന്നെ പറയണം. ശരി, പറയാം. ഇപ്പൊ മോളൊന്ന് അനങ്ങാതെ കിടക്ക്. എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. ജീവന്റെ ദേഷ്യം മുഴുവൻ ഹരിയോടാ. ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച? ഹരിക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് അവന് തന്നെയായിരിക്കും. എന്റെ മോള് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ അവരവനെ ശിക്ഷിക്കും. അതുറപ്പാ മോളെ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കാര്യം പറയാനുണ്ട് സർ. എന്താ സ്വാമി? വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സാറിപ്പോ പറഞ്ഞല്ലോ. സത്യത്തിൽ അത് അപകടമല്ലേ സർ? സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ സാറിന്റെ അമ്മയോ ഭാര്യയോ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നത് നന്നായിരിക്കില്ല സർ. പ്രത്യേകിച്ച് ഈ കാലത്ത് സ്ത്രീകളുടെ പരാതികൾക്ക് ഗൗരവം കൂടുതലാ. ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ സാറേ, തൽക്കാലം വരുന്ന വിവാദങ്ങൾ മറച്ചു പിടിക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൽക്കാലം ഇതിനെ ആയുധമാക്കി അവര് എന്തെങ്കിലും ചെയ്താലോ? സ്വാമി പറഞ്ഞത് ശരിയാ. പക്ഷേ എന്ത് ചെയ്യാൻ?
ചില സമയത്ത് ചില ധിക്കാരങ്ങൾ പൊറുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ. സ്വാമി, അച്ഛൻ ഹൈദരാബാദിലെത്തിയിട്ട് വിളിച്ചോ? വിളിച്ചു സാർ. പക്ഷേ അതിലെനിക്കൊരു എതിരഭിപ്രായമുണ്ട്. സ്വാമിക്ക് ഇന്ന് മൊത്തം എതിരഭിപ്രായമാണല്ലോ. ഹൈദരാബാദിൽ ആരംഭിക്കാൻ പോകുന്ന പ്രൊജക്റ്റിൽ സാറിന്റെ ഇതുവരെയുള്ള പ്രൊജക്റ്റുകൾ ഏറ്റവും കൂടിയതാ. അച്ഛൻ സാറിനെ ചതിക്കുവാണെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാ സാറേ അദ്ദേഹത്തെ അങ്ങനെ ഒരു ചുമതലയ്ക്ക് അയച്ചത്? ഇവിടെ പത്രക്കാരെ പ്രകോപിപ്പിച്ചതുപോലെ അവിടെ ചെന്നും ഇത് തന്നെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അച്ഛൻ ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല സ്വാമി. അച്ഛൻ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരികയില്ല. സാർ? അതെ സ്വാമി. സ്വാമി, ആ മനുഷ്യൻ എൻ്റെ അച്ഛനാ. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അത് പരാജയപ്പെട്ടു. എന്നുവെച്ച് തെറ്റ് തെറ്റല്ലാതാവുന്നുണ്ടോ? അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന് ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെയാ. അയ്യോ സാർ. അതേടോ സ്വാമി. ഒരുപാട് അലഞ്ഞും കഷ്ടപ്പെട്ടും തന്നെ ജീവൻ എന്ന സാധാരണക്കാരൻ ജയാർ എന്ന കോടീശ്വരനായത്. എല്ലാവരും രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോ ഞാനതിന്റെ 10 ഇരട്ടി കൊണ്ടാ ലോകത്തെ നോക്കിക്കണ്ടത്. എല്ലാവരും ഒറ്റ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോ ഞാൻ എന്റെ ചിന്തകള് പലതരത്തില് കൂട്ടി. എന്നിട്ട് പുത്രസ്നേഹം നടിച്ചൊരാള് കൂടെ നിൽക്കുക. എന്നിട്ട് എന്നെ ഒന്നും അല്ലാതാക്കി കളയാന്ന് പറഞ്ഞ അത് പൊറുക്കാൻ പറ്റുമോ സ്വാമി? എന്റെ അച്ഛൻ എന്ന അധ്യായം അവിടെ തീരണം. എന്നിട്ട് എന്റെ അമ്മയെയും ഭാര്യയെയും അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എനിക്ക് പറയണം, ജയാറിനെ ചതിക്കാൻ ശ്രമിച്ചവരുടെ വിധി ഇതാണെന്ന്. മനസ്സിലായോ സ്വാമി?